നിങ്ങൾ മെറ്റ ആഡ്സ് റൺ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ അടുത്തായിട്ട് എല്ലാവരും ഒരു ഓഡ് പാറ്റേൺ പറയുന്നുണ്ട്. ബാഡ്ലി എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. സോ ഇൻ ദിസ് വീഡിയോ അതെങ്ങനെയാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന്റെ പുറകിലുള്ള റീസൺ എന്താണ്, എങ്ങനെയാണ് നിങ്ങൾക്കും ഈ ഒരു സ്ട്രാറ്റജി വെച്ച് ഒരു നല്ല റിസൾട്ട്സ് ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ സ്ട്രാറ്റജി വർക്ക് ആവുക എന്നും. സോ ബാഡ് എഡിറ്റിംഗ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് എന്താണ് ബാഡ് എഡിറ്റഡും ആൻഡ് ഗുഡ് എഡിറ്റഡും എന്ന് നമുക്കറിയണം. കഴിഞ്ഞ 6 വർഷത്തെ ഒരു വീഡിയോ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയത് ബാഡ്ലി എഡിറ്റഡ് കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു വീഡിയോയുടെ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ഓഡിയൻസിന്റെ അടുത്ത് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത വീഡിയോസ് ആണ് ബാഡ്ലി എഡിറ്റഡ് കണ്ടന്റ്സ് എന്ന് പറയുന്നത്. അല്ലാതെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള എഡിറ്റിംഗ് ടെക്നിക്സോ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ആവുന്ന സാധനങ്ങൾ ഇല്ലാത്തതോ, മോഷൻ ഗ്രാഫിക്സ് നല്ല രീതിയിൽ വരാത്തതോ, നല്ല രീതിയിൽ ടെക്സ്റ്റ് രീതിയിൽ ഇങ്ങനെ പൊന്തിരാനൊന്നും വരാത്തതോ, ഇങ്ങനെയൊന്നും ഇല്ലാത്ത കണ്ടന്റ് അല്ല ശരിക്കും ബാഡ്ലി എഡിറ്റഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. യെസ്, ഈ കാലത്ത് എല്ലാവരും എസ്തറ്റിക്സിന്റെ പുറകെ പോകുമ്പോൾ ഇത് വളരെ കൗണ്ടർ ഇൻഡ്യൂവേറ്റീവ് ആയി തോന്നും. നമ്മൾ ബാഡ്ലി ആയിട്ടുള്ള ഒരു എഡിറ്റ് അല്ലെങ്കിൽ അഗ്ലി ആയിട്ടുള്ള ഒരു എഡിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അഗ്ലി ആയിട്ടുള്ള എഡിറ്റ് അല്ല, ജസ്റ്റ് ലോ എഫർട്ട് കണ്ടന്റ് അഥവാ ലോ ഫീ കണ്ടന്റ് എന്നാണ് പറയുക, മ്യൂസിക് അല്ല. ആൻഡ് കറന്റ്ലി സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനെയും ഔട്ട് പെർഫോം ചെയ്യുന്നത് ഈ ടൈപ്പ് കണ്ടന്റ് ആണ്. ഇത് നമ്മളെ ആഡ് സ്പേസിൽ മാത്രമല്ല. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മളൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞു എല്ലാവർക്കും ഹൈ എൻഡ് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡെവലപ്ഡ് പോയിന്റ് ആയി കഴിഞ്ഞു. എല്ലാവരുടെ കയ്യിലും ഗ്രേറ്റ് ക്യാമറാസ് ഉണ്ട്, എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് സ്പേസിൽ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, എല്ലാവർക്കും പെർഫെക്റ്റ്ലി ലൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ എൻവയോൺമെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് ഇതൊരു ആഡ് ആണെന്ന് സബ് കോൺഷ്യസ്ലി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ട്രേഡ്സ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓഡിയൻസിന്റെ മൈൻഡിൽ ഇതൊരു പോളിഷ്ഡ് കണ്ടന്റ്, നേരത്തെ പറഞ്ഞ പോലെ ഹൈ പേസ്ഡ്, ഹൈ ലൈറ്റ്, ഗ്രേറ്റ് ലൈറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ് കണ്ടന്റുകളെല്ലാം കണ്ടന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യിക്കുക അവർക്ക്. മറിച്ച് നേരത്തെ പറഞ്ഞ ലോ ഫീ വീഡിയോസ്, അതായത് ലോ എഫേർട്ട് വീഡിയോസ് എല്ലാം ആക്ച്വലി ഒരു പേഴ്സൺ അവരെ അടുത്ത് സംസാരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോ ഫീ കണ്ടന്റ് അവരുടെ ഫീഡുമായിട്ട് ബ്ലെൻഡഡ് ഇൻ ആയിട്ടാണ് തോന്നുക. ഇത് ഓഡിയൻസിന്റെ ആഡ് ഫിൽട്ടർ ഉണ്ട്, അതായത് അവരുടെ അടുത്തൊന്നും സെല്ല് ചെയ്യാണ് എന്നുള്ളൊരു ഫിൽട്ടർ ഉണ്ട്. ഇത് ട്രിഗർ ആവാതെ ഒരു ഫ്രണ്ട് അവരുടെ രീതിയിൽ എടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ ഒരു ഫീലാണ് ലോ ഫീ കണ്ടന്റ് കിട്ടുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഈ ഇടയായിട്ടുള്ള AI സ്ലോപ്പുകൾ ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫ്ലഡഡ് ആണ്. സോ ഈ മാസ് ഫ്ലഡിൽ നിന്നും അതുപോലെ തന്നെ വളരെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആഡിൽ നിന്നെല്ലാം നല്ല രീതിയിൽ ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടന്റ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞ ലോ ബാഡ് എഡിറ്റ് അല്ലെങ്കിൽ അഗ്ലി ലോ ഫീ കണ്ടന്റ് എന്ന് പറഞ്ഞത്. ഈ ഒരു കണ്ടന്റ് ബിലീവബിലിറ്റി ആണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇത് വെച്ച് നിങ്ങൾ ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ തോന്നിയത് വിളിച്ചു പറയാൻ പോകുന്നത്, അതേപോലെ തന്നെ വളരെ എഫേർട്ട് ഇല്ലാതെ എഡിറ്റ് ചെയ്യുക, എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകില്ല. സ്റ്റിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് വേണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് വേണം, കോപ്പി റൈറ്റിംഗ്, ഈ കാര്യങ്ങളെല്ലാം വേണം. ഈവൻ ദോ ഇത് വളരെ ലോ എഫേർട്ടായിട്ട് തോന്നുന്നെങ്കിലും നിങ്ങളെ സാധാരണ ഹൈ റിട്ടൻഷൻ ഫാസ്റ്റ് പേസ്ഡ് എഡിറ്റ് ഉണ്ടല്ലോ, അതിനായിട്ടും കൂടുതൽ കോപ്പി റൈറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് എഫേർട്ട് ഇതിനുണ്ടാകും. കാരണം ഹൈ റിട്ടൻഷൻ ഫാസ്റ്റ് പേസിങ് എഡിറ്റിലെല്ലാം നമുക്ക് ഓരോ 2 സെക്കൻഡ് വിടുമ്പോൾ എന്തെങ്കിലും എഫക്റ്റ് ഇട്ടിട്ട് ഓഡിയൻസിന്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാം. ഇവിടെ അത് നടക്കില്ല, കാരണം ഈ ടൈപ്പ് കണ്ടന്റിൽ നമ്മൾ വളരെ മിനിമൽ എഡിറ്റ്സ് ആണ് യൂസ് ചെയ്യുകയുള്ളൂ. സോ നിങ്ങളുടെ സ്റ്റോറി ടെല്ലിംഗ് കഴിവ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ആഡ് ഫോർമാറ്റ് പ്രോപ്പർലി വർക്ക് ആവുകയുള്ളൂ. അതേപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഈ ഒരു ആഡ് ഫോർമാറ്റ് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. സപ്പോസ് നിങ്ങളൊരു സോഫ്റ്റ്വെയർ സെല് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഹൈ എൻഡ് സർവീസ് സെല് ചെയ്യണം. നിങ്ങൾ ഇതേപോലൊരു കണ്ടന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഇത് തന്നെയായിരിക്കും, ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സർവീസസ് ഹൈ ക്വാളിറ്റി ആവില്ല എന്നൊരു ഇംപ്രഷൻ ഉണ്ടായിരിക്കും. സോ എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിന് ഈ കണ്ടന്റ്സ് അഡാപ്റ്റ് ചെയ്യാം? ഫസ്റ്റ് കാര്യമാണ് ഈ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ ബിസിനസ്സിന് സ്യൂട്ട് ആവുക നോക്കുക. നിങ്ങളുടെ ബിസിനസ് എന്തിനെ പറ്റിയാണ്? നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഒരു പേഴ്സണൽ ലെവൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്താലാണോ നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടുക, അതോ നിങ്ങൾക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഒരു ഹൈ എൻഡ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഫീൽ കിട്ടിയാലാണോ നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടുക? ഇതിൽ നിങ്ങളുടെ ബിസിനസ് ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ ബിസിനസ്സിൽ പ്രോപ്പർലി വർക്ക് ആവും. ഇനി അടുത്ത കാര്യമാണ് ദി അൽഷൈമേഴ്സ് പിൽ. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇതേവരെ ട്രഡീഷണൽ മീഡിയയിൽ കണ്ടതും അതുപോലെ തന്നെ ട്രഡീഷണൽ പ്രൊഡക്ഷൻ സെറ്റിംഗ്സ് എല്ലാം മറക്കണം. അതാണ് അൽഷൈമേഴ്സ് പിൽ. 3 പോയിന്റ് ലൈറ്റിംഗ്, ഓരോ ടെക്സ്റ്റ് വരുമ്പോഴും സൗണ്ട് എഫക്ട്സ്, ഇനി റെഗുലർലി യൂസ് ചെയ്യുന്ന 3 ആക്ട് സ്റ്റോറി ടെല്ലിംഗ് സ്ട്രക്ചർ, ഇതെല്ലാം മറക്കണം. ബേസിക്കലി വളരെ കോമൺ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ട്രഡീഷണൽ മീഡിയ പ്രൊഡക്ഷൻ പ്രാക്ടീസസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസിന്റെ അടുത്ത് ആ ആഡ് ഫിൽട്ടർ ട്രിഗർ ആവുകയേ ചെയ്യുള്ളൂ. അടുത്ത കാര്യം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, അതാണ് ദി ഇൻവിസിബിൾ
പാറ്റേൺ ഇൻട്രപ്ഷൻ, അല്ലെങ്കിൽ ഞാൻ കോൾ ചെയ്യുന്നത് ദി ഇൻവിസിബിൾ കട്ട്. ഇതാണ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്ന ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ബാഡ് ജമ്പുകൾ, കട്ടുകൾ, വളരെ അബ്രപ്റ്റ് ആയിട്ട് തോന്നിക്കുന്ന സൂം ഇൻ ഔട്ട്. ഇതെല്ലാം ഓഡിയൻസിന്റെ ആഡ് ഫിൽട്ടർ ട്രിഗർ ആവാതെ തന്നെ ചെറിയൊരു പാറ്റേൺ ഇൻട്രപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇതിലൂടെ തന്നെ നമുക്ക് ഓഡിയൻസിന്റെ അറ്റൻഷൻ കീപ്പ് ചെയ്യാനും കഴിയും. ആൻഡ് ഇനി ലാസ്റ്റ് കാര്യമാണ് ദി ആഡ് ഫിൽട്ടർ. നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിന്റെ ഒരു പേഴ്സണോണ അഡാപ്റ്റ് ചെയ്യുക. കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ ഒരു ഹാറ്റ് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസ് ആണെന്ന് വിചാരിച്ചിരിക്കുക, അങ്ങനെയാണ് പറയുക. എന്നിട്ട് നിങ്ങൾ ആ ഉണ്ടാക്കിയ ഒരു ആഡ് വീഡിയോ ഒന്ന് കാണുക. ത്രൂ ഔട്ട് ദ വീഡിയോയിൽ എവിടെയെങ്കിലും ഒരു കോർപ്പറേറ്റീവ് ഫീൽ അല്ലെങ്കിൽ വളരെ ഹൈ എൻഡ് ഫിനിഷ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം എവിടെയാണെന്ന് നോക്കുക, എങ്ങനെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് നോക്കുക. റിവൈസ്, റിപ്പീറ്റ്. ആൻഡ് ഇനി നിങ്ങൾക്ക് ഈ ബാഡ്ലി എഡിറ്റഡ് കണ്ടന്റ് അല്ലാതെ തന്നെ എങ്ങനെ ഗ്രാഡ്സിൽ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് നല്ല റിസൾട്ട്സ് അഥവാ നല്ല റിട്ടേൺ ഓഫ് ആഡ് സ്പെൻഡ് കൊണ്ടുവരാമെന്ന് അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോ ഫോർമാറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഇത് ചെക്ക് ഔട്ട് ചെയ്യുക.